ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇത് നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നൊരു സാധനം ഉണ്ടാക്കിയാലോ? കാരണം ഇത് നമ്മൾ ഓണം, വിഷു, അതായത് സദ്യ സെറ്റപ്പ് ഉണ്ടാക്കുന്ന ടൈമുകളിൽ നമ്മൾ സാധാരണ വീടുകളിൽ ഉണ്ടാക്കാറുള്ളൂ. എന്താണെന്നല്ലേ, ഇഞ്ചിക്കറി. എല്ലായിടത്തും അങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ സ്ഥലത്തൊക്കെ പൊതുവെ കണ്ടുവരുന്ന രീതി അങ്ങനെയാണ്. നിങ്ങളുടെ സ്ഥലത്ത് എങ്ങനെയാണ്? എപ്പോഴും ഉണ്ടാക്കുമോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കൂടുതൽ സമയം കളയണ്ട, വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ ഇഞ്ചി ചോപ്പറിലിട്ട് ഇതേപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും, ഒരു 4-5 കുഞ്ഞുള്ളി ചോപ്പ് ചെയ്തും, ഒരു 4 പച്ചമുളക് ചോപ്പ് ചെയ്തും എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി ഇഞ്ചി വറക്കാൻ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇഞ്ചി ഇട്ട് കൊടുത്ത് നല്ല പൊന്നിൻ നിറമാകുമ്പോൾ കോരിയെടുക്കാം. പിന്നെ ഇഞ്ചി ആയതുകൊണ്ട് നന്നായിട്ട് ഇളകി കൊടുത്തുകൊണ്ടിരുന്നോ, അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കുമേ. ഈ പരുവം കറക്റ്റാണ്, കോരിക്കോ. ഇനി അതേ എണ്ണയിലേക്ക് നമ്മുടെ പച്ചമുളക്, തേങ്ങ, കുഞ്ഞുള്ളി ഇട്ട് നേരത്തെ പറഞ്ഞ അതേ പൊന്നിൻ നിറമാകുമ്പോൾ കോരിക്കോ. പിന്നെ തീ നന്നായി കുറച്ച് വെച്ച് തന്നെ നന്നായി ഇളക്കി കൊടുത്തു കേട്ടോ, അല്ലെങ്കിൽ അടുക്കി പിടിക്കുവേ. അപ്പോൾ അതും സെറ്റ്. ചൂടാറിക്കഴിഞ്ഞ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ച ഇഞ്ചി ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്ക് ഇതേപോലെ തരിയായി കിട്ടിയാൽ മതി. ഇനി അതേ ജാറിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ, കുഞ്ഞുള്ളി, പച്ചമുളക് ഇട്ട് ഇതും ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ രണ്ടും സെപ്പറേറ്റ് ക്രഷ് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ കുഴഞ്ഞു പോവേ. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറിയുടെ മെയിൻ ഐറ്റം ഇവിടെ റെഡി. ഇനി അതേ പാനിലേക്ക് അല്പം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അല്പം കറിവേപ്പില ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ആക്കിയോ കുറച്ചോ വെച്ച് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും, 1/2 ടീസ്പൂൺ കായപ്പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ പച്ചമണം മാറി കഴിയുമ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി കുറച്ചുകൂടെ വെള്ളം ചേർത്ത് പാകത്തിന് ഉപ്പ് ഇട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇതേപോലെ വെട്ടിത്തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സ് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ശർക്കരപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഞാനിവിടെ എൻ്റെ അളവിനൊരു 3 ടേബിൾ സ്പൂൺ ശർക്കരയാണ് കേട്ടോ ചേർക്കുന്നത്. എല്ലാം കൂടി ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും. ഈ എണ്ണയൊക്കെ തെളിഞ്ഞത് ഈ പരുവാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് കുറച്ച് കടുകിട്ട് പൊട്ടിച്ച് ഒരു വറ്റൽമുളക് കൂടെ ചേർത്ത് താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നല്ല കിണ്ണം കാച്ചി ഇഞ്ചിക്കറി ഇവിടെ റെഡി. അപ്പം നമ്മുടെ ഓണസദ്യ റെസിപ്പിയിലെ 3ാമത്തെ ഐറ്റം റെഡി. ബാക്കിയുള്ളതെല്ലാം പുറകെ തന്നെ ഉണ്ടേ. അപ്പോൾ എങ്ങനെയാ, ഓണമൊക്കെ വരുമോ? എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ അല്ലേ? അഭിപ്രായങ്ങൾ അറിയിച്ചേക്കണേ. ഞാൻ നല്ല കുത്തരി ചോറിൻ്റെ കൂടെ കുറച്ച് തോരനും പപ്പടവും നമ്മുടെ സ്വന്തം ഇഞ്ചിക്കറിയും കാച്ചിയ മോരുകറി ഒഴിച്ചൊരു പിടി പിടിക്കാൻ പോട്ടോ. പോരുന്നോ? എങ്കിൽ പിന്നെ ശരി, നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.